ഒരാൾ എന്തൊക്കെ എഴുതി വെച്ചിട്ട് അന്തുവിന്റെ പേരൊക്കെ ഇട്ട് എഴുതി വെച്ചിട്ടാ പോകുന്നത്. ഇവിടുന്നാണ് ലാസ്റ്റ് പോയത്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഒരു അടിപൊളി സംഭവം ചെയ്യാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ചെറായ് ബീച്ചിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്തിനാണ്? അടിപൊളിയായിട്ടുള്ള ഒരു അഡ്വഞ്ചർ സ്പോർട്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുവാണ്. അപ്പൊ അതിന് ആദ്യമേ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ജെഫ്രിൻ പാന്റൊക്കെ ഇട്ടോണ്ടാ വന്നേ. പറഞ്ഞ തലയിൽ കയറില്ലല്ലോ. ഒരു 10 തവണ ഒരു കാര്യം പറഞ്ഞാലേ ആൾക്ക് മനസ്സിലാവുള്ളൂ. ബാക്കിൽ എവിടെ പോയി ഷോർട്സ് വാങ്ങാൻ പോയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ അന്നും ഐസ്ക്രീം വാങ്ങാൻ പോയിട്ടുണ്ട്. ഇപ്പൊ 4 മണിയായി. നമുക്ക് അവിടെ എത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 6 മണി വരെയെങ്കിലും ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. സോ വേഗം നമുക്ക് അവിടെ സ്ഥലത്ത് എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. സോ ഒരു ഫൺ വ്ളോഗ് ആയിരിക്കും കേട്ടാ. എനിക്ക് നമ്മൾ ഇതുവരെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഹിസ്റ്ററിയിൽ. സെറ്റാണല്ലോ അല്ലേ? ഇവിടെ ഇന്ന് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ആദ്യമേ ജെഫ്രിന്റെ അലറല് കേൾക്കാൻ പറ്റും. അതായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. എന്ത് അലറലോട് അലറൽ? അപ്പൊ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാം കുറച്ച് നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ തായ്ലൻഡിലുള്ള സംഭവങ്ങളല്ല, കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള 2 ആൾക്കാരായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ആരാ? ഞാൻ വീഡിയോ എടുക്കുന്ന ഇവിടെ നിന്ന്. എനിക്ക് ഡ്രോൺ ഷോട്ട് ഒക്കെ എടുക്കണ്ടേ? ഞാൻ അതുകൊണ്ട് ഇവരൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ ഇവിടെ നിന്ന് നല്ല വീഡിയോസ് എടുക്കും ആദ്യമേ. എന്നിട്ട് അതൊന്ന് നോക്കിയിട്ടൊക്കെ ഞാൻ പയ്യെ ഇറങ്ങും. എനിക്ക് പേടിയൊന്നുമില്ല. ഒരു 10 തവണ ചെക്ക് ചെയ്തിട്ട് സമാധാനം ഇല്ലല്ലോ. വെള്ളത്തിൽ കിടന്ന് ഫോഗൊക്കെ പറയണ്ട. പിന്നെ ദിലുവിന്റെ ഫേസ് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണ് കരഞ്ഞിരിക്കുക. ഇതും അറിയില്ലായിരിക്കും അല്ലേ? സ്പീഡ് ബോട്ട് അല്ലേ? ഏത്? ഇല്ല, സ്പീഡ് ബോട്ട് കുഴപ്പം കണ്ടത്. ഒരാൾ എന്തൊക്കെ എഴുതി വെച്ചിട്ട് അന്തുവിന്റെ പേരൊക്കെ ഇട്ട് എഴുതി വെച്ചിട്ടാ പോകുന്നത്. ഇവിടുന്നാണ് ലാസ്റ്റ് പോയത്. നമ്മൾ ആദ്യം ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്പീഡ് ബോട്ടാണ്. അതിന് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ സ്പീഡ് ബോട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ക്യാമറമാന്റെ റോളിലേക്ക് മാറും. എനിക്ക് എന്റെ ഡ്യൂട്ടി ഈ ഒരു ആക്ടിവിറ്റി ഏറ്റവും ഭംഗിയായിട്ട് ക്യാപ്ചർ ചെയ്യാനാണ്. അതിൻ്റെ അകത്തുണ്ടല്ലേ? എങ്ങോട്ടാ വെപ്രാളം പിടിച്ച് ഓടുന്നത്? ബോട്ടൊക്കെ ഇങ്ങോട്ട് വരും. അതെ, ഭാഗ്യം ഉണ്ടെങ്കിൽ ഡോൾഫിനെ കാണാം. ഞാൻ ബാലി പോയപ്പോ ഡോൾഫിൻ്റെ കൂടെ നീന്തിയിട്ടുണ്ട്, അറിയോ? ജപ്പാനിലില്ലായിരുന്നു. പക്ഷെ കേറ് ജെഫ്രിൻ കേറ്. കേട്ടോടെ ഞാൻ ഉന്തി തരണോ? അതെ, കുറച്ച് പയ്യെ പോകാൻ പറയണേ. എനിക്ക് വീഡിയോ എടുക്കാനുള്ളതാ. ക്യാമറ തെറിച്ചു പോയാൽ തീർന്നു. ചാടി എടുത്തോണ്ട് വരുമോ? ഗോപ്രോ തെറിച്ചു പോയാൽ കുഴപ്പമില്ലാതെ. ഭയങ്കര പോക്കാണ് പോകുന്നതല്ല. അന്ന് പിടിച്ചാട്ടാ പറന്നുപോലെ. നല്ല വെള്ളമൊക്കെ തെറിപ്പിച്ച് അടിപൊളിയായിട്ടാണ് പോകുന്നത്. പക്ഷേ ഡോൾഫിൻ ഇതുവരെ കണ്ടിട്ടില്ല. നോക്കട്ടെ കാണാൻ പറ്റുമോ? അണ്ണാ പറഞ്ഞു തരണേ, പിടിച്ച് തിന്നരുത്. എന്താ നല്ല ചാട്ടം കേട്ടാ. ഓ, ലൈഫ് ടാക്സിക്ക് വന്നത് വീണോ? എന്തായാലും അന്നും ജെഫ്രിൻ ഇരിക്കുന്നോണ്ട് എനിക്ക് അത്രയും കിട്ടുന്നില്ല. മേരിയാ നമ്പർ ഞാനും കൊണ്ടുവരണായിരുന്നല്ലോ. ഈ ഗോപ്രോ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കുലുക്കും അധികം അറിയാത്തത്. നല്ല നനഞ്ഞ് കുളിച്ചാണ് ഇറങ്ങുന്നത് സ്പീഡ് ബോട്ടിൽ തന്നെ. കണ്ടുപോലും തുറക്കമേ, ഭയങ്കര ഉപ്പ്. ഇവിടെ നമ്മള് നിർത്തിയിട്ടിരിക്കും. ബോട്ട് ഭയങ്കര കുലുക്കാം. നമ്മളിവിടെ നിർത്തിയിട്ടത് ഇവിടെയാണ് സാധാരണ ഡോൾഫിൻസ് ഒക്കെ കാണുന്നത്. പക്ഷെ അതിനുള്ള ഭാഗ്യമില്ല അന്ന്. ഇന്ന് എവിടെ? അല്ലല്ല, അതൊന്നും മടല. അപ്പൊ നമുക്ക് ഡോൾഫിനെ കാണാൻ ഭാഗ്യമില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോൾഫിനെ കാണാനുള്ള ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. ഇത്
അത് ഭയങ്കര വേവ്സ്. പേടിയില്ലാത്ത ആളിവിടെ ഇരിക്കുന്നുണ്ട്. പിടിച്ച പിടി ഇതുവരെ വിട്ടിട്ടില്ല കയ്യിൽ. ഇത് കുറച്ച് റഫാണ് കടല്. കാണാൻ പറ്റില്ല. അതെ, കൂടെ ധൈര്യത്തിന് കൂടെ ആൾക്കാരുണ്ട് കേട്ടോ. ജെഫ്രി നന്ദു ധൈര്യത്തിന് ഞാൻ 3 വരെ കയറ്റുന്നുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ നോക്കിക്കോ, സിനിമാറ്റോഗ്രാഫി നോക്കിക്കോ, ഇതൊരു സംഭവമായിരിക്കും. എനിക്ക് വേണ്ടിയില്ല, ഞാൻ ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന സംഭവമാണ്. കേറിയിരിക്കാം അങ്ങോട്ട്. ഗേൾസ് വരെ കയറുന്നുണ്ട്, കുട്ടികൾ വരെ കയറുന്നുണ്ട്. വേളം വെച്ച് എന്നെ നാണം കെടുത്തരുത്. മറിഞ്ഞു വീണ അങ്ങോട്ട്, മറിഞ്ഞു വീണ് വെള്ളത്തിന് അടി പോയാൽ ഡോൾഫിനെ കാണുമെന്ന് നോക്കുക. ഡോൾഫിൻ തിമിംഗലം എന്ന് പറഞ്ഞ് ഓടും. ബൈ. പോകുന്നുണ്ട്. എവിടെ വരെ പോകുന്നതാണ് അറിയാത്തത്. ഇത് സംഭവമായിരിക്കും കേട്ടോ. രണ്ടുപേരുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. എപ്പം മറിഞ്ഞ് വീഴും എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇതങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടാ. അവരങ്ങനെ ഉൾക്കടലിലേക്കൊന്നും പോകില്ല, കാരണം അവർ ഓബിയസ്ലി സേഫ്റ്റി ഫസ്റ്റ് അവിടെ വരെ പോയിട്ട് തിരിയും. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് മറയേണ്ടതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അയ്യോ, വരുന്നുണ്ട്. എനിക്കൊന്നും അവര് മറ്റേ വെയിറ്റ് ഒക്കെ അനുസരിച്ച് ആൾക്കാരെ മാറ്റിയിരുത്തിയിട്ടുണ്ട്. ഇവിടെ ജെഫ്രിനൊന്ന് നടക്കുക. എനിക്ക് തോന്നുന്നു ഈ വരവിലായിരിക്കും അവര് മറയുന്നത്. ആ വരവ് കണ്ടാൽ അറിയാം എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ വരവ് കണ്ടറിയാം. എവിടെ നല്ല ചിരിയോടെയാണ് വരുന്നത് കേട്ടോ ജെഫ്രിനൊക്കെ. മറിഞ്ഞത് അത് ആ വഴി പോയി. ആഴില്ലാത്ത സ്ഥലത്താ കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ കാര്യം. ഇതിനെ ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ പ്രിയ? പറ. കാര്യമുണ്ട് പ്രിയ. ചോദിക്ക്. അവിടെ ഒരു കയ്യില് ബിയർ ബോട്ടിൽ ആയിരുന്നു. അത്രയല്ലേ ഉള്ളൂ. അതെ, ഇതിൽ തെറിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും അന്തുവാണ്. വെയിറ്റും ഇല്ല, വേറെ ബാക്കിലേക്ക് പറഞ്ഞു. ജെഫ്രിൻ സേഫാ. ഇതേ പോന്നു. ബൈ. ഇത് നല്ല പോക്കായിരിക്കും. കണ്ട് പേടിച്ചിരിക്കുകയാണ്. പോയി, എല്ലാം കൂടെ പോയി. കണ്ടോ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാത്തോണ്ട് പറഞ്ഞത്. എന്റെ ഫസ്റ്റ് ജെറ്റ് സ്കീ എക്സ്പീരിയൻസ് ആണ്. എന്തൊരു പോക്ക ഇത്. എന്താമോ, ഇത് സ്പോർട്സ് ബൈക്ക് പോകുന്ന പോലെയാണല്ലോ. ഇത്രയൊക്കെ സംഭവം നമ്മുടെ കൊച്ചിയിൽ ഉണ്ടായിട്ടാണ്. പറഞ്ഞില്ല. ഭയങ്കര അടിപൊളി. അതിന് വെള്ളം നല്ല വെള്ളം, പിന്നെ സേഫ്റ്റി. എത്ര പേരെ കൂടെ ഐലൻഡിലാണെങ്കിൽ തിരിഞ്ഞു നോക്കത്ത പോലും ഇല്ല. അവിടെ കുറച്ച് ദൂരെ പോകുള്ളൂ, പക്ഷെ അതല്ലാതെ ഫുൾ ടൈം ഒരു ബോട്ടും കൂടെ കാണും, ലൈഫ് ഗാർഡ്സും കൂടെ ഉണ്ട്. വെള്ളത്തിലൊരു 3-4 പേര് കാണും. 2 പേരുണ്ട്. സൂപ്പർ, മസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ കൊച്ചിയാണിത്. അതുവരെ കൊണ്ടുപോകും നോക്ക്. അത് മതിയേക്കാണ് കേട്ടാ. ഞങ്ങള് കടലിന്റെ നടുക്കാണ്. ഒക്കെ കാല് പോലെ എത്തുന്നില്ല. കൺട്രോൾ ചെയ്തത്. എനിക്ക് കൺട്രോൾ ഇല്ല. ഓ, അന്തുവിന്റെ റൗണ്ട് നമുക്ക് അവിടെ വെള്ളം കിട്ടിയത്, പണി കിട്ടിയത്. അയ്യോ, ഒരാളിവിടെ മുക്കുന്നത്. പൊളി
അന്ന് പല്ലൊക്കെ കടിച്ചേക്കോ. കുറച്ചേരം. അതെ, ജാക്കറ്റ് പിടിക്കോ, നമ്മളെ കടലിൽ ഫ്ലോട്ട് ചെയ്യാൻ പഠിപ്പിക്കാൻ പോവാന്ന്. എന്തെങ്കിലും ഒന്നുകൂടെ ചെയ്ത് കാണിച്ചേ. ജെഫ്രിനെ പഠിപ്പിച്ചേട്ടാ ചേട്ടൻ. നോക്കട്ടെ. ആ അപ്പൊ ചെയ്യേ. നോക്കട്ടെ, പൊങ്ങിക്കിടക്കുന്നത് നോക്കട്ടെ. ഇത് കൊള്ളാലോ അല്ലേ? പെട്ടെന്ന് പഠിച്ചല്ലോ. അന്ന് പോ. കൊള്ളാം ജെഫ്രി. ജെഫ്രി ഷോ ആണ്, മൊത്ത ഷോ ഓഫ് ആണ്. ഓ ശരി, സമ്മതിച്ചു. അറിയാവുന്നത് ആ പഠിച്ചു. അന്നൊരു ചിരിയാണ് പ്രശ്നം. എനിക്കത് മൂക്കുന്ന സൈസ് കൂടുതലല്ല ജെഫ്രി, കൂടുതൽ ബായും അകത്തേക്ക് പോകുന്നുണ്ട്. അടുത്ത സഹൃദയരെ, അടുത്ത ദിലുവിന്റെ അറ്റംപ്റ്റ് ആണ്. വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹായ്, കാലൊക്കെ പൊങ്ങുന്നു, എല്ലാം പെർഫെക്റ്റ്. കണ്ണൊക്കെ തുറന്നു, കുഴപ്പമൊന്നുമില്ല, ചിരിക്കൊന്നും വേണ്ട. ആ കൊള്ളാം. കമണ്ടിലോ കാല് പൊങ്ങി, ദിലുവിന്റെ കാല് പൊങ്ങി. എന്നെ പോലെ എന്നെ പെട്ടെന്ന് പഠിച്ചില്ല. ആ നോക്കട്ടെ, കാല് നോക്കട്ടെ. വയറ്റീന്ന് വെള്ളം പുറത്തേക്ക് കളയാ. ഒട്ടും ശരിയായിട്ടില്ല, അത് ഒട്ടും ശരി. ഞങ്ങള് പഠിപ്പിച്ചു തരാം, ഞങ്ങള് പഠിച്ചു. ഇനി ഞങ്ങള് പഠിപ്പിച്ചു തരാം. അതെ അതെ, നമ്മളാണ് ഗുഡ് സ്റ്റുഡൻസ്. സർഫ് ബോർഡില് ഇരിക്കാനും പിന്നെ പാഡൽ ചെയ്യാനൊക്കെ ഉള്ള പഠിപ്പിക്കുന്ന സെറ്റപ്പാണ്. സോ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ്. എല്ലാത്തിലും ജാക്കറ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഫ്ലോട്ടിങ്ങിന് മാത്രമുള്ള ജാക്കറ്റ് ഇല്ലാത്തത്, ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ജാക്കറ്റ് ഉണ്ട്. സംഭവമായിരിക്കും. നമ്മൾ സർഫിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബാലി പോയൊക്കെ പൊളിക്കും സർഫിങ്. ജെഫ്രിൻ എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ട് തിരി ജെഫ്രി, നോക്കട്ടെ. അന്തോടെ പോയി അന്ന് ഡ്രസ് ചെയ്തല്ല. ബാലൻസിങ് പഠിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പയ്യെ ഇരിക്കണം, പിന്നെ മുത്ത് കുത്തണം, പയ്യെ എഴുതേക്കണം. മറച്ചൊക്കെ ഇട്ടേട്ടാ ജെഫ്രി, ഞാൻ നേരെയാക്കാൻ നോക്കുവാണ്. ഒഴുകി ആ വഴി പൂത്ത്. അടിയിലല്ല, മേളിലാ കയറണ്ടേ. ഒരാൾ നോക്ക്, അടിയിൽ കാലിട്ട് ആക്കിയത്. ദേ പോയി. സമ്മതിച്ചല്ലോ, തോൽവി സമ്മതിച്ചല്ലോ. എന്താ അങ്ങനെ? കേറുന്നണ്ട, കണ്ട? ആ കണ്ട കണ്ട നമ്മുടെ പയ്യൻ കേറുന്നണ്ട. ആ മതി മതി മതി. ഓ ശരി. ഓ ആ കുഴപ്പമില്ല. വീണ്ടും 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 കേറി. അത് വീഴുന്നല്ലേ? നോക്കിക്കോ നോക്കിക്കോ. അന്തോ നോക്ക്, പോന്ന പോക്ക് കണ്ട? റോക്കറ്റ് പോകുന്ന പോലെ പോന്നെ. ജെഫ്രി കൺട്രോൾ ഇല്ലാതെ പോകുന്നത് കണ്ട? കണ്ട പോകുന്നത്? ഇത് റോക്കറ്റ് പോകുന്ന പോലെ പോകുന്ന കണ്ട? ഷാർക്ക് തിമിങ്കലൊക്കെ മാറി നിൽക്കണം. ഓ ഇനി എന്തോ എഴുന്നേറ്റും കൂടെ നിന്നാ സെറ്റായി. എഴുന്നേറ്റും കൂടെ നിന്നാ സെറ്റായിന്ന്. ഇരിക്കണം ഇരിക്കണം, ഇരിക്കാൻ നോക്ക്. ജെഫ്രി ഇരുന്നിരുന്നു, ആളിരുന്നോ? ഓ അടിപൊളിയാണ്. എന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഒരാൾ കാണും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. സാൻഡ് ക്രാബ്. ഓ ഇതാണ് എനിക്ക് ജെഫ്രിനെ കടിക്കുന്നത് അറിയാതെ. എവിടെയൊക്കെയോ കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിതായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാട്ടാ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും. കുറേ നേരമായിരുന്നു നീന്തുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ കാറ്റമറാൻ റൈഡാണ്. സൺസെറ്റ് ടൈമില് കയറിക്കോ, വേഗം കയറാം. ഇത് പിടിച്ചിരുത്താൻ പറ്റില്ല എന്ന്. ഇതിൽ പിടിക്കാൻ സ്ഥലമൊന്നുമില്ല. അയ്യോ, ഇത് ഭയങ്കര സ്പീഡിലാണ് ഇതെല്ലാം ചെയ്തത്. ഓ ആദ്യമായിട്ടാണ് സീലിംഗ്. എന്ത് സ്പീഡ് ഇത് അല്ലേ? നമ്മൾ വിചാരിച്ചത് കാറ്റിൽ പോകുന്നത് ഭയങ്കര സ്ലോ ആയിരിക്കുന്നു, പക്ഷെ ഭയങ്കര സ്പീഡ്. വാ സൂപ്പർ. ഓ
ഓ ഞാൻ അങ്ങോട്ട് എന്തിനാ കാഴ്ചകൾ കാണാൻ ആ ഇങ്ങനെ തന്നെ ഇരുന്നാ മതിയെന്ന് ആ ബാലൻസും കേട്ടോ അനങ്ങല്ലേ ജെഫ്രി അങ്ങോട്ട് പോവാൻ ടെൻഷനായി ജെഫ്രിൻ 1 മിനിറ്റ് അല്ല സോറി 20 സെക്കൻഡ് ചാടി അപ്പുറത്ത് എത്തണം അപ്പുറത്തെ സൈഡ് പോവാൻ പോ 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 ആ ഇത് മറ്റേ തവള ചാടി ചാടി പോകുന്ന പോലെ ഉണ്ടല്ലോ നീ ജെഫ്രിൻ ഇങ്ങോട്ട് വരണം ഓ ഓ ഇത് കൺട്രോൾ പോയാ അതെ ഇനി ഇവർക്ക് ധൈര്യത്തോടെ ആർക്ക് വേണമെങ്കിലും കയറാം ഇതില് നമ്മളിത് നേരെ സൺസെറ്റിലേക്ക് സെയിൽ ചെയ്യാണ് വേഗം പോവാൻ അത് വെയിറ്റ് ബാലൻസ് ചെയ്യട്ടെ ഓക്കെ ഇനി തിരിച്ച് ബാക്ക് ടു ഷോർ വിശക്കുന്നുണ്ടോ 4 തവണ അങ്ങോട്ട് ഇങ്ങോട്ട് അറിയില്ലേ അങ്ങനെ വേഗം മാറിക്കോട്ടെ ഇനി മാറാൻ വയ്യാന്ന് ഓ ദേ കയറി 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 അടിപൊളി പെർഫെക്റ്റ് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ അല്ലേ അടിപൊളിയല്ലേ ആ അത് വെള്ളം നല്ല പെർഫെക്റ്റ് വാട്ടർ ആയിരുന്നു ഓ അടിപൊളി സൺസെറ്റും ആണ് ഇനി നമ്മൾ വേഗം പോയി കഴിഞ്ഞാൽ ആ കഫേ പോയിരുന്ന ഒരു കോഫി കുടിക്കാം വേഗം പോയാ നമ്മൾ 2 മണിക്കൂർ വന്നിട്ട് പോലും ഇവിടെ ഉള്ള റൈഡ്സ് കഴിഞ്ഞിട്ടില്ല അതെ ഈ ഒരു സംഭവം ഉണ്ട് ഇതിൽ രണ്ടുപേരും കിടന്നിട്ട് ഇത് വലിച്ചുകൊണ്ട് പോകും സോ ഇത് ഇസ് എ വെരി ഫൺ റൈഡ് പിന്നെ കയാക്കിംഗ് ഉണ്ട് പിന്നെ വേറെ ഇത് ഈ സംഭവം എന്താ സീ റാഫ്റ്റിംഗ് ഉണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് സോ എനിക്കൊന്ന് ഒരു ദിവസത്തിൽ തീരാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് അതും കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ വേണ്ട ഇനി നമുക്ക് അതുണ്ട് അത് ചെയ്യാം ATV റൈഡ് ആക്ച്വലി ഈ റൈഡിന് ഇപ്പോൾ ഇവിടെ ഓഫർ ഉണ്ട് ഗൂഗിൾ റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ 1 റൗണ്ട് ഫ്രീ കിട്ടും രണ്ടുപേരും കൂടെ പോകുന്നുണ്ട് ഒരു കൂൾ ഡൗൺ പോലെ വാട്ട് എ ഈവനിങ് ബ്യൂട്ടിഫുൾ ബീച്ച് നോട്ട് ക്രൗഡഡ് എക്സ്ട്രീംലി ക്ലീൻ ബീച്ച് ഓൺലി തിങ് എനിക്ക് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഇവരുടെ ഡ്രസ് ചേഞ്ചിങ് ഫെസിലിറ്റിയും ടോയ്ലറ്റ്സ് ഒക്കെ കുറച്ചും കൂടെ ക്ലീൻ ആവുകയാണെങ്കിൽ അടിപൊളിയാണ് ഇതേ വരുന്നു രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ഷോട്ട് എടുക്കണം ഇടിക്കാൻ വരുന്നു 2 ഊളകള് ഒന്നും പോരാതെ ഏറ്റവും ഭംഗിയുള്ള സൺസെറ്റ് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത് കാരണം ഈ ചീനവല വരും അതുപോലെ തന്നെ ആ സൺ വെള്ളത്തിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് സെറ്റ് ബി വെരി ബ്യൂട്ടിഫുൾ ഈ ഫ്രെയിം തന്നെ നോക്ക് എന്ത് അടിപൊളിയാണ് വാട്ട് എ പ്ലേസ് വാട്ട് എ ഫീൽ സംഭവമായിരുന്നു അല്ലേ എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറെ നമ്മൾ ചെയ്തില്ല പക്ഷെ ഉള്ളതൊക്കെ സൂപ്പർ ആയിരുന്നു ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ഒള്ളി തിങ് അവരുടെ ഡ്രസ്സിംഗ് റൂമും ഷവർ ഏരിയ വെളിയിൽ വെച്ചാൽ മതി എന്നിട്ട് ഡ്രസ്സിംഗ് റൂം അകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ക്ലീൻ ഇപ്പൊ മണ്ണൊക്കെ ആവും എന്നുള്ള ഒരു പ്രശ്നമുള്ളൂ പക്ഷെ സെറ്റ് ചെയ്ത ബാക്കി എല്ലാം സൂപ്പറാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തത് ഇവർക്ക് തന്നെ സ്കൂബ ഡൈവിംഗ് ഉണ്ട് മറക്കലയില് വീഡിയോ അപ്പൊ ഞാനും എന്താ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഒന്നിനും ഇല്ലല്ലോ ഞാൻ വേറെ എവിടെയെങ്കിലൊക്കെ നമുക്ക് പോയി കോഫി കുടിക്കാം അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചൊന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു ചില്ല് ഔട്ട് കഫേയിൽ ഞാൻ ഇത് വ്ളോഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ വീണ്ടും എനിക്ക് തോന്നുന്നു ആംബിയൻസ് വൈസും ലുക്ക് വൈസും കൊച്ചിയിലെ ബെസ്റ്റ് കഫേ തന്നെയാണ് ഡെഫിനറ്റ്ലി വരാത്തവരാണെങ്കിലും ഒരു തവണ എൻ്റെ അഭിപ്രായത്തിൽ മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ചില്ല് ഔട്ട് കഫേ ഇവിടെ ബ്യൂട്ടിഫുൾ ശരിക്കും ബാലി വൈബ്സ് ആണ് ഭയങ്കര ബാലി വൈബ്സ് ആണ് ഫുഡ് എനിക്ക് ഓർമ്മയില്ല എങ്ങനെയുണ്ട് ഞാൻ ഇപ്പോൾ ഒരു പിസ്സ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആൻഡ് വേറെ എന്താ പറയാനാ ഈ ഒരു സംഭവം ഈസി ചെയർ ആൻഡ് ദ സീ ഇറ്റ്സ് അമേസിങ് നല്ല വുഡ് ഫയർ ഓവൻ പിസ്സ ജെഫ്രിന് ഇഷ്ടമല്ലാത്തൊരു സാധനം എന്നാലും കഴിക്കും കേട്ടോ ഇഷ്ടമല്ല എന്ന് പറയുന്ന എല്ലാം കഴിക്കും ചെയ്യും അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറും കഴിക്കണേ എന്നിട്ടേ വീട്ടിൽ പോകുന്നുള്ളൂ ഇന്ന് ഓക്കെ ചിയേഴ്സ് ഓക്കെ ഗൈസ് സോ ഐ എം ബാക്ക് ഹോം ഭയങ്കര ടയറിങ് ആയിരുന്നു
ആൻഡ് ദ ഡേ വാസ് അമേസിങ്. ഇത്രയും ഒരു അടിപൊളി സെറ്റ് നമ്മൾ കൊച്ചിയിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചില്ലായിരുന്നു, അറിയില്ലായിരുന്നു ആക്ച്വലി. സോ മുകമ്പം ബീച്ചിലാണ്, മുകമ്പം എന്നാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ, ചെറായി ബീച്ചിൻ്റെ ഏരിയയിലാണ്. പക്ഷെ ഇറ്റ്സ് സോ അമേസിങ്. ഭയങ്കര സേഫാണ്, ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. കുട്ടികൾക്ക് അവിടെ ട്രാംപോളിനോ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. സോ ഐ ഫീൽ ഇറ്റ്സ് എ മസ്റ്റ് ഡു ആക്ടിവിറ്റി ഇൻ ചെറായി ഏരിയ ആൻഡ് കമ്പാരിറ്റീവ്ലി നോട്ട് എക്സ്പെൻസീവ്. നിങ്ങൾക്ക് നെപ്റ്റ്യൂണിൻ്റെ ലിങ്ക് ഞാൻ തരാം, വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ്സ് ഒക്കെ മനസ്സിലാവും. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. സൗണ്ടിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് അറിയാം, കാരണം വെള്ളത്തിനിടയിൽ ക്യാമറ പോയിട്ട് സൗണ്ടിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ വിഷ്വലി എൻജോയ് ചെയ്യാമെന്നുള്ള വ്ളോഗേ ഉള്ളൂ അത്. സോ ഇനിയും ഇതുപോലെ കുറേ ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.